നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പക്ഷേ 921 ശേഷം ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന KM മൗലവി, കുഞ്ഞീദ് മദനി, ഇങ്ങനെ തുടങ്ങിയ മുജാഹിദിന്റെ നേതാക്കൾ ആ കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ച മുജാഹിദ് മതം ഇന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നമ്മോട് പറയുന്നത്. അതിന്റെ കഥ തീർന്നുപോയി. ഞാൻ വെറുതെ പറയുകയല്ല, തെളിവുകൾ കൊണ്ടുവരുന്നു. മുജാഹിദ് പ്രസ്ഥാനം സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ മുതൽ ജീവിച്ച ഈ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന് അവർ കൊണ്ടുവന്ന പുത്തൻവാദങ്ങൾ ഓരോന്നായി ഞാൻ കൊണ്ടുവരും. ആ പുത്തൻവാദങ്ങൾ ഓരോന്നും അവര് തന്നെ ഇടിച്ചു തെറിപ്പിക്കുന്ന രംഗവും ഇൻഷാ അല്ലാഹ് ഇവിടെ കാണിക്കും. അതോടുകൂടി ഈ സദസ്സ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളും അറിയാതെ പറയും, വഹാബി പ്രസ്ഥാനം ഇന്ന് ഓർമ്മയായി മാറിയിരിക്കുകയാണ് എന്ന് അറിയാതെ പറയേണ്ടി വരും. സഹോദരന്മാരെ, അവിടെ എത്തിയിരിക്കുന്നു ഇന്ന് അവരുടെ അവസ്ഥ. നോക്കൂ നിങ്ങൾ, ആദ്യമായി നമുക്ക് സക്കരിയ സലാഹിയെ തന്നെ ഒന്ന് കൊണ്ടുവരാം. അയാൾ അകത്താണോ പുറത്താണോ എന്ന് തീരുമാനം നാളെ അന്തിമമായി എടുക്കുമെന്നാ പറഞ്ഞത്. 9-ാം തീയതിയാണത്രേ ലാസ്റ്റ് തീരുമാനം. നിങ്ങൾ ലാസ്റ്റ് തീരുമാനമെടുത്താൽ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു തീരുമാനമുണ്ടാകും. ഏതായാലും ആകട്ടെ, മുജാഹിദുകളോട് പറയുന്നു, നമ്മുടെ സമുദായത്തെ നിങ്ങൾ ഭിന്നിപ്പിച്ചു, ഈ സമുദായത്തെ നിങ്ങൾ നശിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സക്കരിയ സലാഹി പറയുന്നത് ശരിക്ക് കേട്ടോ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി വളരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ സാധനം ഒരിക്കലും ആരും കയറി വരാത്ത രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃതലങ്ങളിലുള്ള ആളുകൾ വെറും ചപ്പും ചവറുമായി മാറി. ഇൽമും വിവരവും വിവേകവുമുള്ളവർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തില്ലാത്ത ഒരവസ്ഥ വന്നു എന്നും ഇത് വലിയ അപകടമാണെന്നും സക്കരിയ സലാഹി നൽകുന്ന സൂചന നിങ്ങളൊന്ന് കണ്ടോളൂ. ഞാൻ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വെറുതെ പറഞ്ഞതല്ല. സക്കരിയ സലാഹി അതിന്റെ ആമുഖം പറയട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഞാൻ അതിന്റെ ശേഷം കൊണ്ടുവരാം. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNM-നെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ. എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടെ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് ക്വാട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി ആവും, മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ആദ്യം തന്നെ ആ സാധനം ഇല്ല, ഇപ്പൊ ഇയാളെന്നെ പറയുന്നുള്ളൂ നഷ്ടപ്പെട്ടു.